ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറക്കാതെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത റാഗിയാണ്. പഞ്ഞപ്പുല്ല് നന്നായിട്ട് കഴുകി മുളപ്പിച്ചെടുത്തിട്ട് അത് ഉണക്കി പൊടിപ്പിച്ചെടുത്ത പഞ്ഞപ്പുല്ലിൻ്റെ പൊടിയാണ്. അപ്പോൾ അതിലേക്ക് 1/4 കപ്പ് ചോറ്, 1/2 കപ്പ് തേങ്ങ ചുരണ്ടിയത് അതോടെ ചേർത്ത് മിക്സിയുടെ ബൗളിലാണ് തേങ്ങ പൊടിച്ചെടുത്തത്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. പാകത്തിന് ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഈസ്റ്റും, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അതോട് ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം മിക്സ് ചെയ്യാൻ. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അപ്പം മിക്സിയുടെ ബൗളിലേക്ക് ഡയറക്റ്റ് ഇതിട്ട് കൊടുത്താൽ ചിലപ്പോൾ കട്ട പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അടിയിലിങ്ങനെ അരയാതെ കിടക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ബൗളിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ബൗളിലേക്ക് ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് ഒരുവിധം ലൂസായിട്ട്, ഒരുപാടങ്ങ് വെള്ളം ചേർക്കരുത്, ഈ ഒരു പരുവത്തിൽ മതി. നമുക്ക് ഇനി മിക്സിയുടെ വലിയ ബൗളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ ബൗളിലേക്ക് ആക്കി കൊടുക്കാം. മിക്സിയുടെ ബൗൾ കഴുകി കുറച്ച് വെള്ളവും കൂടെ, 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് അതുകൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വയ്ക്കാം. വെള്ളവും കൂടി ഒഴിച്ച് ഇതൊരു 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ടൊക്കെ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. ഞാനിപ്പം ഇളം ചൂടുള്ള വെള്ളത്തിൽ, ചെരുവത്തിലൊരു ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഈ പാത്രം ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഒട്ടും ചൂട് കൂടരുത്, ചെറു ചൂടുള്ള വെള്ളമേ ആകാവുള്ളൂ. അപ്പം 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ കാണിക്കാം. ചെറു ചൂടുള്ള വെള്ളത്തിലേക്ക് ഈ ബൗള് ഇറക്കി വെച്ചതാണ്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് മാവ് ഫെർമെൻ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മെല്ലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഉപ്പും പഞ്ചസാരയും എല്ലാം ചേർത്തതായതുകൊണ്ട് ഇനി ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പതയടങ്ങാതെ നമുക്ക് മെല്ലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള പഞ്ഞപ്പുല്ല് കൊണ്ടുള്ള പാലപ്പമാണ് നമ്മൾ തയ്യാറാക്കുന്ന റാഗി പാലപ്പം. അപ്പച്ചട്ടി ചൂടാകുമ്പോഴത്തേക്കൊരു ചെറിയ 2 തവി മാവ് കോരി ഒഴിച്ച് ഇതുപോലെ ചുറ്റിച്ച് നമുക്ക് 1 മിനിറ്റ് ഒന്ന് തുറന്ന് വയ്ക്കാം. നന്നായിട്ട് ബബിൾസൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഓരോ അപ്പമായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ ആദ്യത്തെ പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് കനം കുറച്ചോ അല്ലെങ്കിൽ കുറച്ചുകൂടെ കനത്തിൽ വെള്ളയപ്പം ചുടുന്ന പോലെയോ ഒക്കെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ചോറിൻ്റെ അളവ് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ടാമത്തെ അപ്പം ഇച്ചിരി കുറച്ചുകൂടെ കട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ അപ്പവും നമുക്ക് ചുട്ടെടുക്കാം. ഇനി വെള്ളയപ്പം പോലെ ചുട്ടെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ അരിപ്പൊടി കൊണ്ടോ അരി അരച്ച് വെള്ളയപ്പം ഉണ്ടാക്കുന്നത് പോലെ കുറച്ചുകൂടെ കനത്തിൽ ഇതുപോലെ മൂടി വെച്ച് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് ഈ പഞ്ഞപ്പുല്ല്. അപ്പം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. താങ്ക്